നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. സ്വാമി ശരണമയ്യപ്പ. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് നോക്കൂ. ശ്രീകോവിലിനുള്ളിൽ ആരാണ്? ഒരു രാജകുമാരനായിരുന്നു. ഒരുപാട് പടകളെ നയിച്ച സൈന്യാധിപനായിരുന്നു. ധീരയോദ്ധാവായിരുന്നു. യുദ്ധവീരനായിരുന്നു. സ്വയം കളരി പഠിക്കുകയും നാട്ടിലെങ്ങും കളരിപ്പയറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രജകളോട് യോദ്ധാക്കളായി മാറി സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത രാജകുമാരനായിരുന്നു. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വനവാസിയായി മാറി യോഗനിദ്രയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ഭക്തരെ രക്ഷിക്കുന്ന യോഗീശ്വരൻ. ആ യോഗീശ്വരന് മുമ്പിൽ ഇരുമുടിക്കെട്ടുമായി കയ്യും കുപ്പി നിൽക്കുന്നത് ഇന്ന് ഭാരതത്തിന്റെ രാജകുമാരി തന്നെയായിട്ടുള്ള 3 സേനകളുടെയും അധിപതിയായിട്ടുള്ള സൈന്യാധിപയായിട്ടുള്ള നമ്മുടെ ആദരണീയായിട്ടുള്ള രാഷ്ട്രപതി. ഒപ്പം ഈ രാഷ്ട്രപതിയെ അനുഗമിച്ചു കൊണ്ടുപോയിട്ടുള്ള ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാവരും എത്ര അഭിമാനപൂർവമാണ് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ടുമായി ശബരിമല സ്വാമി അയ്യപ്പന് മുന്നിൽ നിൽക്കുന്നത് എന്ന് നോക്കൂ. ഇതിനിടയ്ക്ക് ഒരു ദുശകുനം പോലെ വിഗ്ഗും വെച്ച് നമ്മുടെ ക്ഷേത്രങ്ങളെയെല്ലാം ഭരിക്കുന്ന ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരിയായിട്ടുള്ളൊരു വ്യക്തി വയറും താങ്ങി പിടിച്ച് കൈകൂപ്പാതെ നിൽക്കുന്നുണ്ട്. കാരണം അറിയാമോ? വിഗ്രഹവിരോധികളായിട്ടുള്ള വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കണം. അതുകൊണ്ട് താനൊരു വിശ്വാസിയൊന്നുമല്ല, ക്ഷേത്ര ആചാരങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് കാണിക്കണം. ക്ഷേത്രം ഭരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെപ്പോലെയുള്ളവരെയാണ്. അപ്പോ സ്വർണമെല്ലാം ചെമ്പാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഭാരതത്തിന്റെ രാഷ്ട്രപതിക്കും ആ രാഷ്ട്രപതിക്കൊപ്പം എത്തിയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെല്ലാം ക്ഷേത്ര ആചാരങ്ങൾ അഭിമാനപൂർവ്വം ആചരിക്കാം. പക്ഷെ നമ്മുടെ കേരളം ഭരിക്കുന്ന ചിലർക്ക് അതിന് സാധിക്കുന്നില്ല. ഇതാരുടെ കുറ്റമാണ് എന്ന് ചിന്തിക്കുക. ഇവരുടെയൊക്കെ കയ്യിലാണോ ക്ഷേത്രവിശ്വാസമില്ലാത്ത, ക്ഷേത്ര ആചാരങ്ങളെ ബഹുമാനിക്കാത്ത ഇവരുടെയൊക്കെ കയ്യിലാണോ നമ്മൾ ക്ഷേത്രങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് ഹിന്ദുവാണ്. ഹിന്ദു ഉണ്ടായതിനു ശേഷമാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായത്. അല്ലാതെ ഈ ഭരണാധികാരികൾ ഉണ്ടായതിനു ശേഷമല്ല നമ്മുടെ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും ഹിന്ദു ആചാരങ്ങളുമെല്ലാം ഉണ്ടായത്.